ആ പരമ്പരാഗത മാല അങ്ങനെ കൈവിട്ടു പോയതിൽ എനിക്ക് കുറച്ചു നാളുകളായി മനസ്സുഖം നഷ്ടപ്പെട്ടിരിക്കുക. ഇതെല്ലാം എടുത്തിട്ട് പകരമായിട്ട് അതെനിക്ക് തിരിച്ചു തരണം. അയ്യോ, അല്ല, കല്യാണിയുടെ കഴുത്തിൽ ഇപ്പൊ ആ മാല കാണാറില്ലല്ലോ. ഇല്ല മാഡം, കല്യാണിയുടെ കഴുത്തിൽ ആ മാല ഇടാറില്ല. അത് പവിത്രമായി സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഞാനത് പെട്ടി പൂട്ടിച്ചിരിക്കുക. മാഡം, ഞാനിപ്പോ പോയി എടുത്തോണ്ടരാം. അയ്യോ ദാസേട്ടാ, നിക്ക്. ആ മാല ഇപ്പൊ കൊണ്ടുവരണ്ട. വിലാസിനി. അയ്യോ ചേച്ചി, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഇപ്പൊ രാഹുകാലം തുടങ്ങിയതേ ഉള്ളൂ. അത് കഴിയുമ്പോ നമുക്ക് വാങ്ങാം. ഒരു 1.5 മണിക്കൂറത്തെ കാര്യല്ലേ ഉള്ളൂ. അതുകൊണ്ട് രാഹുകാലം കഴിഞ്ഞ് ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് അത് ഇവിടെ എത്തിച്ചാ മതി. ആ പരമ്പരാഗത മാല കൊണ്ട് പ്രശ്നങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടാക്കും ഞാൻ. ദാസേട്ടാ, ആണ്ടിലൊരിക്കൽ സംഭവിക്കുന്നതാണെങ്കിലും വിലാസിനി പറഞ്ഞതിലൊരു ശരിയുണ്ട്. അതുകൊണ്ട് രാഹുകാലം കഴിഞ്ഞു മാല കൊണ്ടുവന്നാ മതി. ശരി മാഡം. എന്താ ചെയ്ത്? എല്ലാം അമ്മ സമ്മതിക്കുമെന്ന് പറഞ്ഞിട്ട് കല്യാണിക്ക് ഗിഫ്റ്റായി കൊടുത്ത പരമ്പരാഗത മാല പോലും തിരിച്ചു വാങ്ങിക്കുകയാണല്ലോ. അതും ഇതും കൂടെ കൂട്ടിക്കുഴക്കേണ്ട മോനെ. നിന്റെ കാര്യത്തിൽ അമ്മ ഒരു നല്ല തീരുമാനം എടുക്കുന്നതിന്റെ മുന്നോടിയായിട്ട് ഇതിനെ കണ്ടാൽ മതി. സമാധാനമായിട്ടിരിക്കുക. പ്രതിസന്ധികൾ മറികടക്കാനുള്ള ആദ്യ പടി സ്വയം ശാന്തനാവുക എന്നതാണ്. ക്ഷമിക്കും മോനെ, ഗുരുജി പറഞ്ഞത് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ. ഈ അച്ഛന് അത് പറയാൻ പറ്റില്ല. കാരണം കല്യാണിയില്ലാത്ത തൃച്ചമ്പരത്തെ നീ വെറുക്കും. നിന്റെ അമ്മയോട് പകയും വിദ്വേഷം തോന്നും. അതൊന്നും എനിക്ക് സഹിക്കാൻ കഴിയില്ല. ഇപ്പോൾ ആ ഗുരുജി പറഞ്ഞതുപോലെ തന്നെയാണ് നിന്റെ അമ്മ ഓരോന്ന് ചെയ്യുന്നത്. ഒരുപക്ഷെ ഗുരുജി പറഞ്ഞത് നല്ലത് സംഭവിക്കാൻ വേണ്ടിയായിരിക്കാം. കാത്തിരിക്കാനേ നിർവാഹമുള്ളൂ. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കും ഒരു നിശ്ചയമില്ല. മനസ്സുകൊണ്ട് നിന്നോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഇവളിത് എവിടെ കൊണ്ടുവച്ചു?
ദാസേട്ടാ. ആ വലിയ കുഞ്ഞ്, എന്താ വലിയ കുഞ്ഞ്, എങ്ങോട്ടും പോണോ? ഏയ് അതല്ല ദാസേട്ടാ, ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. അമ്മയുടെ പ്രത്യേക സ്വഭാവം ദാസേട്ടൻ അറിയാവുന്നതല്ലേ. അതുകൊണ്ട് ഈ പരമ്പരാഗത മാല തിരിച്ചു ചോദിച്ചാല് ദാസേട്ടനൊന്നും തോന്നരുത്. ഹേയ് എന്താ വലിയ കുഞ്ഞ്, മാഡം തന്നതല്ലേ ഞങ്ങൾക്കുള്ളതെല്ലാം, പിന്നെ എന്ത് തോന്നാനാ? ആ പിന്നെ മറ്റൊരു കാര്യം, അമ്മ ഈ മാല തിരിച്ചു ചോദിച്ച കാര്യം തൽക്കാലം കല്യാണി അറിയണ്ട. കല്യാണിക്ക് അത് സങ്കടമാവും. ഈ മാല കഴുത്തിലിട്ടോണ്ട് നടന്നതല്ലേ, അതുകൊണ്ട് പറയണ്ട. ശരി വലിയ കുഞ്ഞ്. ഇല്ല വല്യുഞ്ഞെ, ഞാൻ ഇപ്പൊ വരുന്നില്ല. വല്യുഞ്ഞ് പോയിക്കോ. കാറിലേക്ക് കയറി കല്യാണി. നിന്റെ വിളപ്പുറത്തമ്മയെ കണ്ട് പ്രാർത്ഥിച്ചില്ലേ? എന്നിട്ടും മുഖത്തൊരു സന്തോഷമില്ലല്ലോ. എന്താ കല്യാണി, നീ എല്ലാ സങ്കടങ്ങളും പറഞ്ഞില്ലേ നിന്റെ വിളപ്പുറത്തമ്മയോട്? അതല്ല വല്യുഞ്ഞെ, ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ തിരുമേനി തീർത്ഥവും പ്രസാദമായിട്ട് വന്നു. അത് വാങ്ങി നെയ്വിളക്ക് തൊട്ട് തൊഴാൻ തുടങ്ങിയപ്പോ പെട്ടെന്ന് അത് കെട്ടുപോയി. എനിക്കെന്തോ വല്ലാത്തൊരു ഭയം പോലെ, ഒരു അപശകുനം പോലെ. ഏത് വിളക്കും കാറ്റത്ത് കെട്ടുപോകും, അത് അപശകുനം എന്നൊക്കെ വിചാരിക്കുന്നത് മണ്ടത്തരമല്ലേ കല്യാണി? മനസ്സിന്റെ ആശങ്ക തീരാൻ ഞാൻ പൂവിട്ട് നോക്കി. ഒരു പൂ പോലും വിഗ്രഹത്തിൽ വീണില്ല. അതിലും വിപരീത ഫലമാ കാണിച്ചത്. എന്തോ ദോഷം സംഭവിക്കാൻ പോകുന്നത് പോലെ. കൈവന്ന ഭാഗ്യം എന്തോ കൈവിട്ടു പോവാൻ പോകുന്നത് പോലെ. മനസ്സിന് വല്ലാത്തൊരു ഭാരം. നീ തൊഴുത് പ്രാർത്ഥിച്ചതല്ലേ കല്യാണി? ചുമ്മാ ഭയപ്പെടാതിരിക്കുക, ഒന്നും വരില്ല. വല്യുഞ്ഞെ, എന്നെ ഒരു സ്ഥലത്തൊന്ന് കൊണ്ടുപോകാമോ? ഏത് സ്ഥലം? ഈ വഴി പോയി ഇടത്തോട് തിരിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോ അവിടെ ഒരു അമ്മ ഇരിപ്പുണ്ടാവും. അവരെ എനിക്കൊന്ന് കാണണം. എനിക്കൊരു കാര്യം നോക്കാനാ. ഏതമ്മ? എന്ത് കാര്യം നോക്കാൻ? അവിടെ കൈ നോക്കുന്ന ഒരു കാക്കാത്തിയുണ്ട്, എനിക്കൊന്ന് കാണണം. ഓ, നമ്മുടെ ഭാവി കാര്യങ്ങൾ അറിയാനല്ലേ? അപ്പൊ നീ ഒറ്റയ്ക്ക് കാണണ്ട, നമുക്ക് ഒരുമിച്ച് കാണാം. അവളെ കാണുന്നില്ലല്ലോ. അവളങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ ആന്റി. വരട്ടെ. ആ ദേ വരുന്നുണ്ട്. ആ തടിയൻ ചെറുക്ക അവിടെ ഇല്ല ആന്റി. അവൻ സ്കൂളിൽ എന്തോ ആവശ്യത്തിന് പോയേക്കുവാ. ഭാഗ്യം, അങ്ങനെ ഒരു ശല്യം ഒഴിഞ്ഞു കിട്ടി. നീ ദാസിനോട് വരാൻ പറഞ്ഞോ? ആ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ വരും. ആന്റി കരുതലോടെ വേണം, ആരും കാണരുത്. ഗംഗേ, ഇത് തൃച്ചംബരത്തെ വിലാസിനിയാ. രാമായണത്തിലെ മന്ദരയ്ക്കും മഹാഭാരതത്തിലെ ശകുനിക്കുണ്ടായ പുത്രിയാണെന്ന് എന്നെക്കുറിച്ച് പറയുന്നത് വെറുതെ അല്ല. ഞാൻ പകിട ഉരുട്ടിയെറിഞ്ഞ വീഴുന്നത് 8ഉം 12ഉമാ.
എന്താ മാഡം വിളിച്ചേ? ദാസേട്ടാ, ഗംഗയ്ക്കൊരു ഷോപ്പിങ്ങിന് പോണം. കാർ എടുത്ത് ഇവിടെ കൊണ്ടുപോയിട്ട് വരൂ. ശരി മാഡം. സൂക്ഷിക്കണം കേട്ടോ ആന്റി. നീ ധൈര്യമായിട്ട് പോയിട്ട് വാ. ആന്റി, അപ്പോ വേറൊരു കുഴപ്പമുണ്ടല്ലോ. എന്ത് കുഴപ്പം? ഔട്ട് ഹൗസ് ദാസേട്ടൻ പൂട്ടിയിട്ടല്ലേ പോയേക്കുന്നേ, അതെങ്ങനെ തുറക്കും? അതിനല്ലേ ഇത്. ഓ, തല ഭയങ്കരം തന്നെ. മോഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോഴേ ഔട്ട് ഹൗസിന്റെ താക്കോൽ വരെ പണിയിച്ചു. ഓ പമ്പര വിധി. ഇത് ഞാൻ പണിയിപ്പിച്ചതൊന്നുമല്ല. ഇത് ഔട്ട് ഹൗസിന്റെ ഡ്യൂപ്ലിക്കേറ്റ് താക്കോല്. ഓ, ഞാൻ ഔട്ട് ഹൗസിൽ കേറുമ്പോ നീ ഗേറ്റിങ്കൽ നിക്കണം. ആരെങ്കിലും വന്നാ അപ്പൊ തന്നെ നീ എന്നെ അറിയിക്കണം. തസ്കര മനഃശാസ്ത്രം എനിക്കറിയാം ആന്റി. തസ്കര മനഃശാസ്ത്രോ? പോയി മോഷ്ടിക്കാന്റി, കാവലായിട്ട് ഞാൻ ഉണ്ടാവും. 8 നാടും പൊട്ട വിളിച്ചല്ലറാതിടി. ഞാൻ മോഷ്ടിക്കാൻ പോവാന്ന്. യൂസ്ലെസ്. വാ ഇങ്ങോട്ട്. എവിടെ? അതാ അവിടെയാ. വാ. வாங்கம்மா, வந்து உட்காரு. தங்கமான பொண்ணம்மா, தங்க ராசா. தாலி ஏறிட்டும் புருஷன் பொண்டாட்டியா ജീവിതം കടക്കില്ലേ? കൈനോട്ടം സത്യമാ. കെട്ടിയ പുരുഷൻ പെരുമയുള്ളവർ, തങ്കമാനവർ. ഇരുന്നാലും മനസമാധാനം ഇല്ലേ? சொர்ணத்தால் மகள் கோட்டை கட்ட முடியும். ஆனா அதுக்குள்ள நிம்மதியா தூங்க முடியாது. பிரச்சனையே 4 திக்கில் இருந்து சிலர் தொந்தரவு பண்ணிட்டே இருக்கிற. சரியா? முகம் பார்த்து சொல்றது கூட நல்லது, கை பார்த்து சொல்றதுதான் நல்லது. உட்காரம்மா, உட்காருங்க சார். உட்காருமா. தட்சிணை வைக்குங்கோ. தங்கமயில் ஏறியவனே ஆண்டவா முருகா.
ഇതെവിടെയാ? கடல் போல மனசு. ஆனா இந்த பெரிய மனசுக்கும் சாந்தத கிடையாது. തിരകളില്ലാ നാളില്ലേ? കൈ പാത്താ ഗജകേസരി യോഗം. കുടിലിരുന്നവൾ റാണിയാകപ്പോരെ. ஆனா விசுவாசம் பக்தி எல்லாமே விழுந்து உடையப்போவது. ഞാൻ சொல்றதெல்லாம் நிஜம்தானே? ഈ കൈരേഖ அப்படிதான் சொல்றது. അല്ല കാക്കാത്തി, ഒരു കാര്യം ചോദിച്ചോട്ടെ. താലി കെട്ടിയിട്ടും ഒരുമിച്ച് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം എപ്പം മാറിക്കിട്ടും? തടസ്സമായേക്കാവുന്ന ആള് അനുകൂലാവോ? ആകുമെങ്കിൽ എത്ര ദിവസത്തിനകം? கடவுளே, கௌளி சாநித்தியம். இனி பலம் சொல்ல முடியாது. എല്ലാം നല്ലതായി വരട്ടും. മഹാറാണി മാതിരിയായുള്ള ഉനക്ക് നല്ലതേ വരും. நீங்க போகலாம். എന്തുപറ്റി കല്യാണി? ഉള്ളില് എന്തോ ഒരു സങ്കടം വലിയുന്നേ. ആ കാക്കാത്തി പറഞ്ഞതൊക്കെ സത്യല്ലേ? ഫലം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ തടസ്സവും വന്നു. എന്തോ ഒരാപത്ത് വരാൻ പോകുന്നത് പോലെ. കല്യാണി, നീയും അമ്മയെ പോലെ തുടങ്ങിയോ? അമ്മയുടെ അന്ധവിശ്വാസം ഇതിനൊക്കെ കാരണം. നീ വാ. ഗംഗെ, ആ ലോക്കറ്റം തുറന്നേ. അകത്തുള്ള തമ്പുരാനെയും തമ്പുരാട്ടിയും ഒന്ന് കാണാലോ. പരമ്പരാഗത മാലയുടെ ലോക്കറ്റിനുള്ളിൽ തൃച്ചംബരത്തെ അടുക്കളക്കാരിയുടെ ഫോട്ടോ. അതും ആനന്ദേട്ടന്റെ കൂടെ. കണ്ടിട്ട് എനിക്ക് കലി വരുന്നുണ്ട്. പക്ഷേ ഇതൊരു കണക്കിന് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നല്ലതോ? എന്താടി പറയുന്നേ? ആനന്ദേട്ടന്റെയും കല്യാണിയുടെയും ഫോട്ടോയുള്ള ഈ ലോക്കറ്റ് നേരെ കൊണ്ടുപോയി അഖിലാന്റിയെ കാണിക്കണം. ഒരു പൂരവും വെടിക്കെട്ടും കാണാനുള്ള വകയായി. ജയന്തി പറയുന്നത് കാര്യം ആന്റി. ആ
ഈ ലോക്കറ്റ് കാണിച്ച ആ അടുക്കളക്കാരിയെ നമുക്കിവിടുന്ന് പുകച്ച് പുറത്ത് ചാടിക്കാം.